ഹലോ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി 2024-25 ബജറ്റ് വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് വരും, പിന്നെ എന്തിനാണ് വീണ്ടും ഒരു വീഡിയോ ബജറ്റിന് വേണ്ടി ചെയ്യുന്നത്? അപ്പം നിങ്ങൾ മുൻ വർഷങ്ങളിലെ PSC ചോദ്യ പേപ്പറുകൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാകും, ബജറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതുന്ന അതേ വർഷത്തേക്കുള്ള ബജറ്റ് അല്ലെങ്കിൽ ആ ഒരു വർഷം അവതരിപ്പിച്ച ബജറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമല്ല വരുന്നത്. അതിന് തൊട്ട് മുന്നത്തെ വർഷവും അല്ലെങ്കിൽ അതിന് 2 വർഷം മുന്നേ ഉള്ള ബജറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ ബജറ്റ് ഇന്ററിം ബജറ്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള സ്കീമുകളും പോയിന്റുകളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള 2 വർഷത്തെ ബജറ്റുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റുകൾ ഡിസ്കസ് ചെയ്ത് പോകണം. കാരണം LD എക്സാം ആണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും CPO ആണെങ്കിലും ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ നിങ്ങൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ബജറ്റ് മാത്രം നിങ്ങൾക്ക് പോരാ, മുന്നേ 2 വർഷങ്ങളിലെ ബജറ്റും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സമയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ട് നോക്കണമെന്നുള്ള കുറച്ച് പോയിന്റുകൾ, ബജറ്റിനെ പറ്റിയുള്ള പോയിന്റുകൾ കവർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ അവസാനം വരെ കണ്ടു തീർക്കാൻ ശ്രമിക്കുക. കാരണം 3 വർഷത്തെ ബജറ്റുകളാണ്, വളരെ കുറച്ച് സമയം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ബജറ്റിൽ നിന്നുള്ള ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ റാങ്ക് മേക്കിങ്ങിന്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബജറ്റിൽ നിന്ന് മാക്സിമം, ബജറ്റിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 വർഷത്തെയും ബജറ്റിന്റെ ഇൻട്രൊഡക്ഷൻ, ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2022-23 ബജറ്റിനകത്താണ് ആദ്യമായിട്ട് അമൃത് കാലം എന്ന് പറയുന്ന ഒരു ടേം വരുന്നത്. അമൃത് കാലം എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബജറ്റ് 2022-23 2022 അവതരിപ്പിച്ച ബജറ്റാണ്. 2022 ഫെബ്രുവരി 1 അവതരിപ്പിച്ച ബജറ്റാണ്. ഇത് ഏത് കാലത്തേക്ക് വേണ്ടിയാണ് അവതരിപ്പിക്കുന്നത്? 2022 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 വരെയുള്ള കാലാവധിക്ക് വേണ്ടിയാണ് ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ബജറ്റിലാണ് ആദ്യമായി അമൃത് കാലം എന്ന് പറയുന്ന ഒരു ടേം വരുന്നത്. അപ്പൊ അമൃതകാലം എന്താണെന്ന് പറയുന്നു? ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 75-ാം വർഷത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതാണ് അമൃതകാലം എന്ന് പറയുന്നത്. എന്താണ് ഇനി വരാൻ പോകുന്ന 25 വർഷം? ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 75 വർഷമായി. ഇനി വരാൻ പോകുന്ന 25 വർഷം, അതായത് ഇന്ത്യ 100 വർഷത്തിലേക്കുള്ള, സ്വാതന്ത്ര്യം നേടി 100 വർഷത്തേക്കുള്ള യാത്രയിൽ ഇനിയുള്ള 25 വർഷത്തിനാണ് നമ്മൾ അമൃതകാലം എന്ന് പറയുന്നത്. ആ ഒരു 25 വർഷമാണ് നമ്മൾ വികസനം എന്നുള്ള ലക്ഷ്യം വയ്ക്കാനുള്ളത്. ആ ഒരു 25 വർഷം നമ്മൾ ചെയ്തു തീർക്കാനുള്ള പ്രവർത്തനങ്ങൾ. അമൃതകാലം എന്ന് പറയുന്നത് ഓസ്പീഷ്യസ് ടൈം ടു സ്റ്റാർട്ട് സംതിങ്, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ പീരീഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെപ്പറ്റി ആദ്യം പറയുന്നത് 2022-23 ബജറ്റാണ്. ഇനി 23-24 ബജറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അമൃതകാലം സ്റ്റാർട്ട് ചെയ്തു, അമൃതകാലം ആരംഭിച്ച് അമൃതകാലത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റാണ് 2023-24, അതായത് 2023 ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന ബജറ്റ്. അപ്പോൾ അമൃതകാലം എന്ന് പറയുന്ന ടേം കൊണ്ടുവന്ന ബജറ്റ് 2022 അവതരിപ്പിച്ച ബജറ്റ് ആണെങ്കിൽ, അമൃതകാലത്തിൽ ഈ ഒരു അമൃതകാലം ആരംഭിച്ച് അമൃതകാലത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബജറ്റ് 2023 ഫെബ്രുവരി 1 ബജറ്റാണ്. അതായത് 75 വർഷമായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 100 വർഷത്തേക്കുള്ള കാൽവയ്പ്, അതിലെ ആദ്യ ബജറ്റാണ്, അമൃതകാലിലെ ആദ്യ ബജറ്റാണ് 2023 ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റ്. ഇനി 2024 ഇപ്പോൾ ഈ വർഷം അവതരിപ്പിച്ച ഇന്ററിം ബജറ്റിന്റെ പ്രത്യേകത എന്താ? അത് അമൃതകാലിനപ്പുറം വേറൊരു സ്വപ്നവും കൂടെ വയ്ക്കുന്നു. ഈ ഒരു അമൃതകാലം പിന്നിട്ട് 100-ാം വർഷം എത്തുന്ന സമയത്ത് ഇന്ത്യ വികസിത് ഭാരത് 2047 എന്ന് പറയുന്ന, സ്വാതന്ത്ര്യം നേടി 100 വർഷം പിന്നിടുമ്പോൾ വികസിത ഭാരതം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം, ഡെവലപ്ഡ് ഇന്ത്യ എന്ന് പറയുന്ന ലക്ഷ്യം നമ്മൾ കൈവരിക്കണം. അപ്പൊ ഇതാണ് 3 ബജറ്റിനകത്തും പറയുന്നത്. ആദ്യ അമൃതകാലം എന്ന് പറയുന്ന ടേം 2022-ലാണ്. അമൃതകാലിലെ ആദ്യ ബജറ്റ് 2023-ലാണ്. ഇന്ത്യ വികസനം നേടണം 2047 കൂടി എന്നുള്ളൊരു സ്വപ്നം, ലക്ഷ്യം വയ്ക്കുന്ന ബജറ്റ് 2024 ഇന്ററിം ബജറ്റാണ്. ഇനി ഈ ഒരു ബജറ്റിനകത്ത് പറയുമ്പോൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കോമൺ പോയിന്റ്സും കൂടെ നമ്മൾ പറയണം. 2023 ബജറ്റിനകത്ത് പറയുന്നുണ്ട്, IMF-ന്റെ കണക്കുണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ കണക്ക് പ്രകാരം 2027 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയാകും. ഇത് ഏത് വർഷത്തെ ബജറ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, പൊതുവായി IMF-ന്റെ പഠനമാണ്. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, IMF-ന്റെ പഠന റിപ്പോർട്ട് പ്രകാരം ഏത് വർഷമാണ് ഇന്ത്യ 3ാമത്തെ ലോക സമ്പദ് വ്യവസ്ഥയായിട്ട് മാറാൻ പോകുന്നത്? 2027 കൂടിയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറാൻ പോകുന്നത്. നിലവിൽ അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാമത്തെ ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ.
നിലവിൽ ഒന്നാം സ്ഥാനം നമുക്കറിയാം USA ആണ്, രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് ചൈനയാണ്, മൂന്നാം സ്ഥാനം ജപ്പാനാണ്, നാലാം സ്ഥാനം ജർമ്മനിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യ UK പൊട്ടിച്ചിട്ടാണ് 5ാം സ്ഥാനത്ത് എത്തി കേട്ടോ. UK മറികടന്നാണ് 5ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ നിലവിൽ 5ആണെങ്കിലും ഇന്ത്യ 2027 കൂടി 3ാം സ്ഥാനത്ത് എത്തുമെന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധിയുടെ റിപ്പോർട്ടുണ്ട്. ഇത് പല ബജറ്റുകളിലായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു പോകുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് സ്വപ്നം വയ്ക്കുന്ന 2030 കൂടി എത്തുമെന്നാണെങ്കിലും IMF പറയുന്ന അതിനു മുന്നേ ഇന്ത്യ 3ാം സ്ഥാനത്ത് എത്തുമെന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു വർഷത്തെ ബജറ്റ്, ഈ വർഷം അവതരിപ്പിച്ച ബജറ്റില്, ഈ വർഷം കഴിഞ്ഞില്ലല്ലോ, ഇനി ഈ വർഷം മാർച്ച് ആകുന്ന സമയത്തല്ലേ 2023-24 സാമ്പത്തിക വർഷം അവസാനിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ, 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷം. 2024 മാർച്ച് 31 ആയില്ല. അപ്പൊ ആ ഒരു സമയത്ത് 2024 മാർച്ച് 31 കഴിയുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് 7.3% ഈ വർഷം. ഇനി കഴിഞ്ഞ വർഷം ഇന്ത്യ നേടിയതോ 7.2%. അതിന് തൊട്ട് മുന്നത്തെ വർഷം 9.1%. അപ്പൊ 2021-22 ഇന്ത്യയുടെ വളർച്ച 9.1, 2022-23 7.2, ഈ വർഷം പ്രതീക്ഷിക്കുന്ന, ഈ വർഷം അവസാനിക്കുമ്പോൾ മാർച്ച് 2024 കൂടി 7.3. ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. 2021 ശേഷം അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 വർഷങ്ങളിൽ ഇന്ത്യ 7% കടന്നു ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആ ഒരു പോയിന്റ് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തടുത്തുള്ള 2021, 22, 23 എന്ന് പറയുന്ന ഈ ഒരു 3 വർഷത്തേക്കും ഇന്ത്യ തുടർച്ചയായിട്ട് 7% കടന്നു ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. 3 ബജറ്റിലായിട്ട് പറയുന്ന ഡേറ്റയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടരുത്. 3 വർഷം തുടർച്ചയായിട്ട് ഇന്ത്യ 7%-ലധികം വളർച്ച ക്രോസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഡെഫിസിറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്നും വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കമ്മി നമ്മൾ മലയാളത്തിൽ പറയും, ബജറ്റ് കമ്മി നമ്മൾ പറയാറുണ്ട്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കമ്മി എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെന്റിന്റെ ചിലവുകൾ, ഗവൺമെന്റിന്റെ റെസീപ്റ്റ്, ഗവൺമെന്റിന്റെ വരുമാനത്തിനേക്കാളും ഗവൺമെന്റിന്റെ ചെലവുകൾ കൂടുമ്പോഴാണ് കമ്മി അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉണ്ടാകുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഗവൺമെന്റ് ഡെഫിസിറ്റ് നേരിടുന്നു അല്ലെങ്കിൽ ഗവൺമെന്റിന് കമ്മി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് വരുമാനം ഇപ്പോൾ ചെലവുകൾ ഇപ്പോൾ 100 കോടിയുണ്ട്, ഗവൺമെന്റ് വരുമാനം 80 കോടിയേ ഉള്ളൂ. അതിന്റെ അർത്ഥം 20 കോടി ഡെഫിസിറ്റ് ആണ്, കമ്മിയാണ്. ഈ ഒരു ഡെഫിസിറ്റ് മറികടക്കാൻ നമ്മൾ ലോൺ എടുക്കേണ്ടി വരും, നമ്മൾ മറ്റു പല മാർഗങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. പലതരത്തിലുള്ള ഡെഫിസിറ്റ് ഉണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതിനാണ് നമ്മൾ മലയാളത്തിൽ ധനക്കമ്മി എന്ന് പറയുന്നത്. ധനക്കമ്മിയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ദെൻ റവന്യൂ ഡെഫിസിറ്റ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രാഥമിക കമ്മി, പ്രൈമറി ഡെഫിസിറ്റ്. അപ്പൊ നമുക്കിവിടെ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. അതിനെപ്പറ്റിയാണ് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് 2021-22 6.7 ആണ്. 2022-23 ബജറ്റിൽ ഇട്ടത് 6.4, കിട്ടിയതും 6.4 തന്നെയാണ് ആക്ച്വൽ എസ്റ്റിമേറ്റും. 2023-24 ബജറ്റിനകത്ത് പറയുന്ന 5.9. ഈ ഒരു 5.9 എന്ന് പറയുന്ന ഒരു ബജറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. കാരണം ഒരു രാജ്യത്തിലും ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടുന്ന നല്ലതല്ല അല്ലേ? ഒരു ഡെഫിസിറ്റും കൂടുന്ന നല്ലതല്ല, ഫിസ്ക്കൽ ഡെഫിസിറ്റും റവന്യൂ ഡെഫിസിറ്റും കൂടുന്നത് ഒട്ടുമേ നല്ലതല്ല. അപ്പൊ ഇവിടെ നോക്കി, ഗവൺമെന്റിന്റെ ശ്രമമാണ് എപ്പോഴും ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ ഒരു ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കുക. 2021-22 കമ്പയർ ചെയ്യുമ്പോൾ 2022-23 അല്ലെങ്കിൽ 23-24 ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി കുറയുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ശരിയാണ്. നമ്മൾ ഈ വർഷം ബജറ്റിനകത്ത് പറയുന്ന ധനക്കമ്മി 5.9%. ഇനി ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വർഷത്തെ ബജറ്റിനകത്ത് ഗവൺമെന്റ് അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ഒരു പോയിന്റ് പറയുന്നുണ്ട്. 2025-26 കൂടി നമ്മുടെ ധനക്കമ്മി 4.5% കുറയ്ക്കാൻ പറ്റും. ആ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഗവൺമെന്റ് എപ്പോഴും ജനങ്ങളോട് പറയുന്നു നമ്മൾ ധനക്കമ്മി കുറയ്ക്കുന്നു എന്ന്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, 2025-26 ആകുമ്പോൾ ധനക്കമ്മി കുറയ്ക്കുന്നു. ധനക്കമ്മി എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുന്നു. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയുന്നതാണ് രാജ്യത്തിന് നല്ലത്. അപ്പൊ ഇവിടെ ധനക്കമ്മി, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇന്ത്യയിൽ കുറയുന്നുണ്ടോ? കുറയുന്നുണ്ട്. അതേസമയം റവന്യൂ ഡെഫിസിറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ, അത് എന്ത് ചെയ്തിട്ടുണ്ട്? ബജറ്റിൽ ഇട്ടതിനേക്കാളും 2022-23 കൂടുന്നതായിട്ട് കാണാം. പക്ഷെ ഈ വർഷം ഗവൺമെന്റ് കുറവാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഡെഫിസിറ്റുകളും കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് പ്രത്യേകിച്ച് നോക്കുക, അതിന്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ധനക്കമ്മി എന്നാണ് പറയാവുന്നത്. ധനക്കമ്മി. ഓക്കെ അല്ലേ? ഇനി
ഈ പറയുന്ന 3 ബജറ്റുകൾ 2022, 23, 24 ബജറ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 2022ലെയും 2023ലെയും ബജറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ട്. അതേസമയം 2024 ഈ വർഷം അവതരിപ്പിച്ച ബജറ്റിൽ ഒരു ചെറിയ വ്യത്യാസം കാണാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ വരുമാനത്തിന്റെ കാര്യം എടുത്താൽ 2021 ആണെങ്കിലും 22 ആണെങ്കിലും 23 ആണെങ്കിലും ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം, ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ടാക്സ് റെസീപ്റ്റ്, നികുതി വരുമാനം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം GST ആണെന്ന് നമുക്ക് ബജറ്റ് നോക്കുമ്പോൾ കാണാം. ഇത് 2022 ബജറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് 23 ആണെങ്കിലും 21 ആണെങ്കിലും ഒക്കെ GST തന്നെയാണ് ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം. പക്ഷെ 24 ഇവിടെ നോക്കി ഏറ്റവും വലിയ നികുതി വരുമാനം നമുക്ക് കാണാൻ പറ്റുന്നു GST 16% നികുതി വരുമാനമാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ 2024 അതിലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഏറ്റവും വലുത് ഇൻകം ടാക്സ് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇൻകം ടാക്സ് അല്ലെങ്കിൽ ആദായ നികുതി, ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം ആദായ നികുതിയാണ് 2024 എന്ന് കാണാൻ പറ്റുന്നത്. അതായത് ഈ വർഷം അവതരിപ്പിച്ചില്ലേ ബജറ്റ്, ഈ വർഷം അവതരിപ്പിച്ച ബജറ്റ് എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്കുള്ള ബജറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി ആദായ നികുതി 2024-25 ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കുന്ന ആദായ നികുതിയിൽ നിന്നാണ്. അതേസമയം 21, 22, 23 കാലയളവിൽ GST ആണ്. പക്ഷേ ഗവൺമെന്റ് ഏറ്റവും വലിയ റെസീപ്റ്റ് വരവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർക്കും ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി. അത് അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഏറ്റവും വലിയ വരവെന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന് ഇപ്പോൾ ചെലവിപ്പോൾ ഒരു 100 കോടിയുണ്ട്. അതിനുവേണ്ടി 60 കോടിയെ ഗവൺമെന്റിന്റെ കയ്യിൽ വരുമാനമുള്ളൂ, ബാക്കി 40 കോടി കടമായിട്ട് എടുക്കുന്നത്. ഒരു വരവല്ലേ? വരവെന്ന് പറയുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം കയ്യിലോട്ട് കിട്ടുന്ന കാശ്. ഇപ്പൊ ഗവൺമെന്റ് ഏറ്റവും വലിയ വരവായിട്ട് കൺസിഡർ ചെയ്യുന്നത് കടം, ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി. അതേസമയം നിങ്ങളുടെ ചോദ്യം ചോദിക്കുകയാണ് ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം 2021, 22, 23 ആണെങ്കിൽ അത് GST, 24, 25 അത് ആദായ നികുതി. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു. ഇനി ഗവൺമെന്റ് എവിടെയൊക്കെ കാശ് സ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ചിലവ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. അത് മുന്നേയും ഇപ്പോഴും ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണ്. അത് ബജറ്റിൽ ഒന്നും വ്യത്യാസമില്ല. 2021, 22, 23, 24 എല്ലാ കാലഘട്ടങ്ങളിലും ഗവൺമെന്റ് ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണ്, പലിശ അടവുകളാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? പലിശ അടവാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഇനി അപ്പൊ നിങ്ങളുടെ എന്താണ് അവിടെ അത് മുൻവർഷത്തെ ചോദ്യമാണ് കേട്ടോ. ഗവൺമെന്റ് ഏറ്റവും വലിയ ചിലവ് ഏതാണ്? പലിശ അടവ്. പക്ഷെ ചില ആൾക്കാരൊക്കെ തെറ്റിച്ചത് ഡിഫൻസ് എന്ന് എഴുതും. ഡിഫൻസ്, പ്രതിരോധത്തിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത്, ഡിഫൻസിന് വേണ്ടിയാണ്. തെറ്റാണ്, പലിശ അടവാണ്. പക്ഷെ വേറൊരു രീതിയിൽ ചോദ്യം ചോദിക്കാം, നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിൽ ചോദ്യം ചോദിക്കാം. ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്യുന്നത് ഏത് മന്ത്രാലയത്തിനാണ്? ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കാശ് മുടക്കുന്നത് ഏത് മന്ത്രാലയത്തിനാണെന്ന് ചോദിച്ചാൽ അത് ഡിഫൻസ് മിനിസ്ട്രിയാണ്. ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്ന എന്താവശ്യത്തിന്? അത് പലിശ അടവിന്. ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്ന മന്ത്രാലയം, മിനിസ്ട്രി ഏതാണ്? അത് ഡിഫൻസ് ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ പറയുന്ന പോയിന്റുകൾ വ്യക്തമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി 2022, 23, 24, 25 ബജറ്റിന്റെ അകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കിനി ഒന്ന് നോക്കാം. 2022, 23 ബജറ്റിനകത്താണ് എന്തിനെ പറ്റി പറയുന്നത്? 2022, 23 ബജറ്റിനകത്ത് പ്രധാനമായിട്ടും ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനെ പറ്റി പറയുന്നു. ഗതിശക്തി മാസ്റ്റർ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു മൾട്ടി മോഡൽ കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ്. അതായത് റെയിൽവേ, റോഡ്, ഷിപ്പ്, എയർപോർട്ട് തുടങ്ങിയ പലതരത്തിലുള്ള ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മൾട്ടി മോഡൽ കണക്ടിവിറ്റി, ഒരു അടിസ്ഥാന സൗകര്യ കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ് ഗതിശക്തി. ഇത് 2022 കൊണ്ടുവന്നത്. പർവത്മാല ഈ സമയത്ത് അവതരിപ്പിക്കുന്നു. പർവത്മാല എന്താണെന്ന് നിങ്ങൾക്കറിയാം. റോപ്പ് വേ അറിയാലോ. റോപ്പ് വേ, കേബിൾ കാർ നോർത്ത് ഈസ്റ്റിലും ഹിമാലയൻ സംസ്ഥാനങ്ങളിലുമാണ് ആദ്യം കൊണ്ടുവരുന്നത്. ദെൻ റെയിൽവേയുടെ ഭാഗമായി വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പല സ്റ്റേഷനുകളും അവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ള ലോക്കൽ പ്രോഡക്റ്റിന്റെ വികസനം, അതിന്റെ വിൽപ്പന. അതുപോലെ വിർച്വൽ ഡിജിറ്റൽ അസറ്റ്. ഇതെന്താണ്? ഇന്ത്യ ഇതുവരെ ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ അതുപോലുള്ള സാധനം അതെല്ലാം ഡിജിറ്റൽ അസറ്റ് ആണ് അല്ലേ? അതെല്ലാം ഡിജിറ്റലായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന അസറ്റാണ്. ബിറ്റ് കോയിൻ, എതീറിയം ഇതെല്ലാം തന്നെ. ഇതിനെ ഒന്നും ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ 2022 ബജറ്റിൽ ഇന്ത്യ അംഗീകരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഈ അസറ്റുകൾക്കെല്ലാം 30% നികുതി. ഈ അസറ്റ് നിങ്ങൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്ത് ലാഭം കിട്ടിയാൽ അതിൻ്റെ മേൽ നിങ്ങൾ 30% ആദായ നികുതി കൊടുക്കണം എന്ന് ഗവൺമെന്റ് പറഞ്ഞു. അപ്പോൾ പരോക്ഷമായി, ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ വിർച്വൽ ഡിജിറ്റൽ അസറ്റിന് 30% നികുതി ഏർപ്പെടുത്തി.
ഇനി കിസാൻ ഡ്രോണുകളെ പറ്റി ഇതിനകത്താണ് പറയുന്നത്. അപ്പം വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, കിസാൻ ഡ്രോണുകൾ അതായത് കർഷകരുടെ ആവശ്യത്തിന് വേണ്ടി, കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി പറക്കുന്ന ഡ്രോണുകൾ എന്തിനൊക്കെയാ? ക്രോപ്പ് അസസ്മെന്റ്, ഈ പറയുന്ന പെസ്റ്റിസൈഡുകളും ന്യൂട്രിയൻസും സ്പ്രേ ചെയ്യാൻ വേണ്ടി, ലാൻഡ് റെക്കോർഡുകൾ പ്രോപ്പർ ഡിജിറ്റൽ ആക്കാൻ വേണ്ടി, ഇത്തരത്തിലുള്ള 3 ആവശ്യങ്ങൾ. എന്തൊക്കെയാണ് 3 ആവശ്യങ്ങൾ എന്നുള്ളത് ഒന്ന് നോക്കുക, കിസാൻ ഡ്രോണുകൾ. ദെൻ കെൻ ബെത്വ റിവർ ലിങ്കിങ് പ്രോജക്ട്, നമുക്കറിയാം മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുള്ള കെൻ ബെത്വ എന്ന് പറയുന്ന 2 നദികളുടെ സംയോജന പദ്ധതി ഈ ഒരു ബജറ്റിനകത്ത് കൊണ്ടുവരുന്നു. നാഷണൽ ടെലി മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, നമുക്കറിയാം മാനസികാരോഗ്യം വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ കോവിഡിന് ശേഷം പ്രത്യേകിച്ച്. അപ്പൊ അതിനു വേണ്ടി ഒരു ടെലി മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, ഇതിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടെലി മാനസ് എന്നാണ് ഇതിന്റെ പേര്. ഒക്ടോബർ 2022 അപ്പൊ ബജറ്റിൽ അനൗൺസ് ചെയ്തൊരു പ്രോഗ്രാം ടെലി മാനസ് എന്ന പേരിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് ഒക്ടോബർ 2022. ദെൻ പോഷൺ അഭിയാൻ, അപ്പോൾ പ്രധാനമന്ത്രി പോഷൺ അഭിയാൻ, നമുക്കറിയാമല്ലോ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയുള്ള പോഷൺ അഭിയാന്റെ 2ാം ഘട്ടം പോഷൻ 2.0 ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ ഒരു കീ പോയിന്റ് അറിഞ്ഞിരിക്കുക, ഈ പോഷൺ അഭിയാന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗ് എല്ലാ കൃത്യസമയത്തും പോഷൺ അഭിയാന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് വിലയിരുത്താറുണ്ട്. ഇനി RBI ഈ സമയത്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ഡിജിറ്റൽ റുപ്പി ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? RBI ഡിജിറ്റൽ റുപ്പി, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി, CBDC, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ബിറ്റ് കോയിൻ ഒക്കെ ഉള്ള മാതൃകയിൽ ഇവിടെ കണ്ടല്ലോ, ഇതാണ് അതിന്റെ ലോഗോ എന്ന് പറയുന്നത്, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി, ഈ റുപ്പിയുടെ ലോഗോ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ഡെവലപ്പ് ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചാൽ ഡെവലപ്പ് ചെയ്തു. ഡിസംബർ 2022 എന്ത് കൊണ്ടുവന്നു? ഡിജിറ്റൽ കറൻസി കൊണ്ടുവന്നു, ബജറ്റിൽ പ്രഖ്യാപിച്ചത് കൊണ്ടുവന്നു. ഇനി 75 ഡിജിറ്റൽ ബാങ്കിങ് യൂണിറ്റുകൾ 75 ജില്ലകളിൽ, അതും നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്യുന്നത്. 75 ഡിജിറ്റൽ ബാങ്കിങ് യൂണിറ്റുകൾ 75 ജില്ലകളിൽ, അതും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രഖ്യാപിച്ചതാണ്, കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത്രയും പോയിന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നത് ഇത് ഇത്രയും 2022-23 ബജറ്റിന്റെ പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ 2022-23 2022-23 ബജറ്റിന്റെ പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് 2023-24 ബജറ്റിലെ പോയിന്റ്സ് ആണ്. അതിനകത്താണ് അമൃത് കാലത്തേക്ക് വേണ്ടിയുള്ള ഒരു വിഷൻ പറയുന്നുണ്ട്. അമൃത് കാലത്തേക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു വിഷൻ പറയുന്നുണ്ട്. എംപവേർഡ് ആൻഡ് ഇൻക്ലൂസീവ് എക്കണോമി, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥ, ശാക്തീകരിച്ച സമ്പദ് വ്യവസ്ഥ. ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൺ വിത്ത് ഫോക്കസ്ഡ് ഓൺ യൂത്ത്, എല്ലാ സിറ്റിസൺസിനും പൗരന്മാർക്കും അവകാശം, അതുപോലെ തന്നെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, പ്രത്യേകിച്ച് യുവാക്കളെ ഫോക്കസ് ചെയ്ത്. ദെൻ ഗ്രോത്ത് ഇൻ ജോബ് ക്രിയേഷൻ, നമുക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ്, അത് മറികടക്കാൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ മാക്രോ എക്കണോമിക് എൻവയോൺമെന്റ്, ഒരു ശക്തമായിട്ടുള്ള ഒരു സുസ്ഥിരമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളതും ഇതിനകത്ത് പറയുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് 4 ഓപ്പർച്യൂണിറ്റീസ്. അപ്പം വേണമെങ്കിൽ ചോദിക്കാം 2023-24 ബജറ്റിൽ പറയുന്ന 4 ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ്? ഒന്ന്, സ്ത്രീകളുടെ ശാക്തീകരണം. ഇതെന്ന് വെച്ചാൽ ഈ പറയുന്ന 4 കാര്യങ്ങളും നമ്മുടെ എക്കണോമീനെ ഒരു ഗ്രോത്തിലോട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റിലോട്ട് എത്തിക്കും. ഒന്നെന്ന് പറയുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം. 81 ലക്ഷം സ്വയം സഹായ സംഘങ്ങളെ സ്വയം സഹായ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറിയ സ്ഥാപനങ്ങളെ വലിയ സ്ഥാപനങ്ങളാക്കി ഉയർത്തുന്നു എന്ന് പറയുന്നു. ദെൻ PM വിശ്വകർമ്മ കൗശൽ സമ്മാൻ, ട്രഡീഷണൽ ആർട്ടിസൻസ്, പരമ്പരാഗത രീതിയിൽ ജോലി ചെയ്യുന്ന കരകൗശല പരിപാടിയിലൊക്കെ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം, അവർക്ക് സ്കില്ല് കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ PM വിശ്വകർമ്മ കൗശൽ സമ്മാൻ നിധി. ദെൻ അതുപോലെ ടാപ്പിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് ടൂറിസത്തിന് മേഖലയെ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്തുക. ദെൻ ഗ്രീൻ ഗ്രോത്ത്, അതായത് പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള വളർച്ച, ആ മേഖലയിലൊക്കെയുള്ള കൂടുതൽ ഊന്നൽ. ഇതാണ് 4 ട്രാൻസ്ഫോർമേറ്റീവ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് 2023-24 ബജറ്റിൽ പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ബജറ്റിൽ സപ്തഋഷി. അപ്പൊ സപ്തഋഷി എന്ന് പറയുന്ന ഒരു പോയിന്റ്, 7
അമൃത് കാലത്തേക്ക് വേണ്ടി ഈ ഒരു ബജറ്റിനെ താങ്ങി നിർത്തുന്ന 7 പില്ലേഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു ബജറ്റ് നിലനിൽക്കുന്നത് ഈ ഒരു 7 അടിസ്ഥാന ശിലകളിലാണെന്ന് പറയുന്നു. ആ ഒരു 7 അടിസ്ഥാന ശിലകളെ സപ്തഋഷി എന്ന് പറയുന്നു. അപ്പൊ ഒരു ചോദ്യം ചോദിക്കാം, സപ്തഋഷി വരുന്നത് ഏത് ബജറ്റിനകത്താണ്? ഏത് ബജറ്റിലാണ് സപ്തഋഷി കൊണ്ടുവരുന്നത്? 2023-24 ബജറ്റിലാണ് സപ്തഋഷി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. 7 ഗൈഡിങ് പില്ലേഴ്സ്, അതായത് 7 അടിസ്ഥാന ശിലകൾ, ഈ ഒരു ബജറ്റ് റെസ്റ്റ് ചെയ്യുന്ന 7 അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നു. ഒന്ന് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം. ദെൻ ഫൈനാൻഷ്യൽ സെക്ടർ, സാമ്പത്തിക മേഖലയിൽ ഫോക്കസ് ചെയ്യുന്നു. യൂത്ത് പവർ, അമൃത് പീതി, അതായത് നമ്മുടെ യുവജനങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യുക, അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള വികസനം. ഗ്രീൻ ഗ്രോത്ത്, നമുക്കറിയാം ഗ്രീൻ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള വികസനം. അൺലീഷിംഗ് ദ പൊട്ടൻഷ്യൽ, ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന മേഖലകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭാഗങ്ങളെ കൂടുതൽ യൂസ് ചെയ്യുക, അത്തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അടിസ്ഥാന സൗകര്യവും അതിനു വേണ്ടിയിട്ടുള്ള നിക്ഷേപവും. റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ, അവസാനത്തെ ആളിലും എത്തുക. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവസാനത്തെ ആളിലും എത്തുക. ഇതാണ് അമൃതകാലിലെ 7 സപ്തഋഷി. അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങളൊന്ന് നോക്കുക. സപ്തഋഷി എന്താണെന്നുള്ളത് നോക്കിയിട്ട് പോവുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സപ്തഋഷി എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്, അതൊന്ന് നോക്കിയിട്ട് പോവുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന പോയിന്റ് ആണ് ഈ ഒരു ബജറ്റിനകത്ത് പറയുന്നത് ശ്രീ അന്ന 2023 നമുക്കറിയാം എന്താണ്, ഇയർ ഓഫ് മില്ലറ്റ്സ് അല്ലെ. ഇന്ത്യയുടെ ആവശ്യത്തെ തുടർന്ന് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷത്തിനെ 2023 ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് വെച്ചാൽ ചെറുധാന്യങ്ങളുടെ വർഷമായിട്ട് ആചരിക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ മില്ലറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം ഇന്ത്യ ഇയർ ഓഫ് മില്ലറ്റ്സ് ആഘോഷിക്കുന്ന സമയത്ത്, അതായത് ഈ വർഷം എന്ന് ഉദ്ദേശിച്ചാൽ കഴിഞ്ഞ വർഷം ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റുമെന്ന് പറഞ്ഞു. മില്ലറ്റ്സിനെ നമ്മുടെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ച പേരാണ് ശ്രീ അന്ന. മനസ്സിലായി? ശ്രീ അന്ന എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അതിനെ വിശേഷിപ്പിച്ചത്. അതായത് എന്താണ്, അത്രത്തോളം ഗുണമേന്മയുള്ള ധാന്യം എന്നുള്ള രീതിയിൽ. ദെൻ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഹൈദരാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റിനെ ഒരു മികവിന്റെ കേന്ദ്രമായിട്ട് ഉയർത്തുമെന്ന് പറഞ്ഞു. ദെൻ സിക്കിൾ സെൽ അനീമിയ, നമുക്കറിയാം അരിവാൾ രോഗം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ. ദെൻ ന്യൂ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം, അതായത് ഗവൺമെന്റിന്റെ ഓൾറെഡി ഉള്ള ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലകളുടെ വികസനം, തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളുടെ വികസനം, അതിനു വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. അതേപോലത്തെ ഒരു പ്രോഗ്രാം ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം കൊണ്ടുവരുന്നു. ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള വികസനം അത് ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതാണ് അമൃത് ധരോഹർ സ്കീം എന്ന് പറയുന്നത്. അതായത് മിനിസ്ട്രി ഓഫ് ടൂറിസവും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചും കൂടെ ചേർന്ന് പ്രഖ്യാപിക്കുന്നതാണ് അമൃത് ധരോഹർ എന്ന് പറയുന്നത്. അമൃത് ധരോഹർ എന്ന് വെച്ചാൽ എന്താണ്, എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള വെറ്റ്ലാൻഡുകളുടെ കൺസർവേഷനും അവിടുത്തെ ടൂറിസം പ്രൊമോഷനും വേണ്ടി. അപ്പൊ വെറ്റ്ലാൻഡുകൾ നമുക്കറിയാം, തണ്ണീർത്തടങ്ങൾ, വെറ്റ്ലാൻഡുകൾ അല്ലെ, ഇത്തരത്തിലുള്ള വെറ്റ്ലാൻഡുകളുടെ കൺസർവേഷൻ, അവയെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുക, സസ്റ്റൈനബിൾ ടൂറിസം അട്രാക്ഷൻസ് ആക്കി മാറ്റുക. പ്രത്യേകിച്ച് വളരെ എന്താണ് ഈ പറയുന്ന പോലെ ഈ പറയുന്ന എന്താണ് വരൾച്ച നേരിടുന്ന അല്ലെങ്കിൽ ആ ഒരു അപകട അവസ്ഥയിലിരിക്കുന്ന വെറ്റ്ലാൻഡുകളെ ഒന്ന് എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, കൺസേർവ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ ഫ്രജൈൽ ആയിട്ടുള്ള വെറ്റ്ലാൻഡുകൾ എന്താക്കി മാറ്റുക, ഒരു സസ്റ്റൈനബിൾ ടൂറിസം അട്രാക്ഷൻ ആക്കി മാറ്റുക എന്നുള്ള ടൂറിസം മിനിസ്ട്രിയുടെയും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെയും സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അമൃത് ധരോഹർ. മറ്റൊന്ന് മിഷ്തി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റേറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം. അതായത് മിഷ്ടി എന്ന് പറഞ്ഞാൽ മാൻഗ്രൂവ് റീഫോറസ്ട്രേഷൻ ആൻഡ് ഒരു അഫോറസ്ട്രേഷൻ പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ എന്താണ് കോസ്റ്റൽ ഇന്ത്യയിലെ കോസ്റ്റൽ ഡിസ്ട്രിക്റ്റുകളുമായിട്ട് ചേർന്നിട്ട്, അതായത് തീരപ്രദേശമുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ മാൻഗ്രൂവുകൾ നട്ടുപിടിപ്പിക്കുക. നമുക്കറിയാം കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് മിഷ്തി. അപ്പൊ മിഷ്തി എന്താണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മിഷ്തിയും അമൃത് ധരോഹറും ഇമ്പോർട്ടന്റ് ആണ്. മിഷ്തി കണ്ടൽക്കാടുകളാണെങ്കിൽ അമൃത് ധരോഹർ വെറ്റ്ലാൻഡ്, തണ്ണീർത്തടങ്ങളാണ്. ഈ പറയുന്ന മിഷ്തിയുടെ ഭാഗമായിട്ട് കണ്ടൽക്കാടുകൾ വികസിപ്പിക്കാൻ ഇന്ത്യയിൽ നിലവിലുള്ള മോഡലുകളും അല്ലെങ്കിൽ ഇന്തോനേഷ്യ പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മോഡലുകളും നമുക്ക് സ്വീകരിക്കാമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. ദെൻ മറ്റൊന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ യൂണിറ്റി മോൾ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനത്തെ ക്യാപിറ്റലുകൾ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റലുകളിലും യൂണിറ്റി മാളുകൾ കൊണ്ടുവരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും യൂണിറ്റി മാളുകൾ കൊണ്ടുവരുമെന്ന് പറയുന്നു. സ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 2023-24 ബജറ്റിനകത്തുള്ള പ്രഖ്യാപനങ്ങളായിട്ട് ഗവൺമെന്റ് പറയുന്നു. ദെൻ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള, ആ വർഷത്തെ എക്കണോമിക് സർവേക്കകത്ത് പറഞ്ഞിട്ടുള്ള 2-3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. ഇത് പ്രധാനപ്പെട്ടതാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ടോപ്പ് റെമിറ്റൻസ് റെസിപ്പിയന്റ് ആയിട്ട് ഇന്ത്യ മാറി. അതായത് റെമിറ്റൻസ് എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നാട്ടിലോട്ട് കാശ് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വന്തം നാട്ടിലോട്ട് കാശ് അയച്ചു കൊടുക്കുന്ന രാജ്യക്കാരുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലോട്ടാണ് ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് വരുന്ന, വിദേശത്തു നിന്നുള്ള പൈസ വരുന്ന ഏറ്റവും വലിയ എന്താണ് ഈ പറയുന്ന രാജ്യം ഇന്ത്യയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. രണ്ടാമത് മെക്സിക്കോയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൂന്നാമതാണ് ചൈന. മാത്രമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ആൾക്കാർ താമസിക്കുന്ന ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ ഡയസ്പോറയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇനി അടുത്ത് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു സ്നാപ്ഷോട്ട്, അത് എക്കണോമിക് സർവേക്കകത്ത് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിലെ GDP ഗ്രോത്ത് റേറ്റിനെ പറ്റി പറയുന്നുണ്ട്. കോവിഡ് സമയത്താണ് നമ്മൾ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റിലോട്ട് പോകുന്നത്. കണ്ടല്ലോ, ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ചോദിച്ചിട്ടുണ്ട്. കാരണം കോവിഡ് സമയം 2020-21 ഇന്ത്യയിലെ സേവന മേഖലയുടെ പെർഫോമൻസ് നെഗറ്റീവ്, താഴോട്ട് പോയി. വ്യാവസായിക മേഖലയുടെ പെർഫോമൻസ് താഴോട്ട് പോയി. പക്ഷെ ആ സമയത്ത് പിടിച്ചു നിന്നത് കാർഷിക മേഖല മാത്രമാണ്. അപ്പൊ കാർഷിക മേഖല മാത്രമാണ് ആ വർഷം പിടിച്ചു നിന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് നിന്ന് പല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ കാര്യം കിട്ടും, നമ്മൾ നേരത്തെ പറഞ്ഞത്. അതുപോലെ ഇന്ത്യയുടെ വിദേശ നാണ്യത്തിന്റെ കരുതൽ 563 ബില്യൺ ആണ്. അതുപോലത്തെ ഇൻഫ്ലേഷൻ, ഇതാണ് നമ്മൾക്ക് നോക്കാനുള്ള. CPI, നമ്മുടെ രാജ്യത്ത് RBI മോണിറ്ററി പോളിസി, പണനയം പ്രഖ്യാപിക്കുന്നില്ല. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ പണനയമൊക്കെ പ്രഖ്യാപിക്കുമല്ലോ. അത് എന്ത് ഇൻഫ്ലേഷനെ ബേസ് ചെയ്താ? CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അത് 6.8. ഓക്കെ അല്ലേ? നമ്മുടെ ലക്ഷ്യം എത്രയാ? പക്ഷേ ഇൻഫ്ലേഷൻ എത്രയ്ക്കും അകത്ത് പിടിച്ചു നിർത്തണം. അതായത് ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണ്? പണപ്പെരുപ്പത്തിന്റെ ടാർഗറ്റ് 4 ± 2, അതായത് 4% വരെ ആകാം. അത് അങ്ങോട്ട് 2 ആകാം, താഴോട്ടും 2 ആകാം, മുകളിലോട്ടും 2 ആകാം. അതിന്റെ അർത്ഥം 2-നും 6-നും ഇടയിലായിരിക്കണം. 4-ന് താഴെ 2 എന്ന് പറയുമ്പോൾ 2, മുകളിൽ 2 എന്ന് പറയുമ്പോൾ 6. 2-നും 6-നും ഇടയിലായിരിക്കണം ഇന്ത്യയുടെ പണപ്പെരുപ്പം. പക്ഷെ ഇന്ത്യ 6.8 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സാധനം നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ഒരു ഇതിന്റെ ഒരു PDF നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ PDF ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകും. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് 2024-25. ഇനി നമ്മൾ 2024-25 ബജറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോസ് കണ്ടവരാണെങ്കിൽ ഈ ഒരു പോയിന്റുകൾ അറിയാം. 2-3 അഡീഷണൽ പോയിന്റുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 2024-25 ബജറ്റിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ആർക്കൊക്കെയാണ്? 4 വിഭാഗങ്ങൾക്കാണ്. ഗരീബ്, അതായത് എന്താണ് ഗരീബ് എന്ന് പറയുന്ന പാവപ്പെട്ട ആൾക്കാർ. അന്നദാത എന്ന് പറയുന്ന ഫാമേഴ്സ്, കർഷകര്. ദെൻ അപ്പൊ പുവർ ആയിട്ടുള്ള ആൾക്കാരാണ് ഗരീബ്. അന്നദാത എന്ന് വെച്ചാൽ ഫാമേഴ്സ്. ദെൻ യൂത്ത്, യുവജനങ്ങൾ. നാരി ശക്തി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, സ്ത്രീകൾ, വിമൻ. അപ്പൊ ഇത്രയും 4 വിഭാഗങ്ങൾക്കാണ് ഫോക്കസ് ഏരിയ ബജറ്റിൻ്റെത് 2024-25 ബജറ്റിന്റെ. ദെൻ ഡെവലപ്മെന്റ് മന്ത്ര, സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. ഈ ഒരു ഡെവലപ്മെന്റ് മന്ത്രയിലൂടെയാണ് നമ്മൾ 2047 വികസിത ഭാരതമായിട്ട് മാറുന്ന ഈ ഒരു ബജറ്റിൽ പറയുന്നുണ്ട്. ദെൻ 3 ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഓൾറെഡി ബജറ്റിന്റെ ഫുൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളതായിരിക്കും. റെയിൽവേ കോറിഡോർ, 3 റെയിൽവേ കോറിഡോറുകൾ പ്രഖ്യാപിച്ചു. നിലവിലുള്ള കോറിഡോറുകൾക്ക് പുറമെ എനർജി, മിനറൽ ആൻഡ് സിമെന്റ് കോറിഡോർ, പോർട്ട് കണക്ടിവിറ്റി കോറിഡോർ, ഹൈ ട്രാഫിക് ഡെൻസിറ്റി കോറിഡോർ. ദെൻ വാക്സിനേഷൻ, പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസർ ഒഴിവാക്കാൻ വേണ്ടിയുള്ള വാക്സിനേഷൻ. യുവിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. യുവിൻ എന്ന് വെച്ചാൽ എന്താണ്? അതെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷനുള്ള പ്ലാറ്റ്ഫോമാണ് കോവിൻ മാതൃകയിൽ. ദെൻ ഡൊമസ്റ്റിക് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോർട്ടുകളെ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നു എന്ന് പറഞ്ഞു. ലക്ഷദ്വീപിന് ഒരു പ്രധാന സ്ട്രെസ് കൊടുത്ത് പറഞ്ഞു. കാരണം മാലിദ്വീപ് ഇന്ത്യ ഇഷ്യൂ ഇപ്പം നടക്കുകയാണ്. അപ്പൊ ഡൊമസ്റ്റിക് ടൂറിസം പ്രൊമോഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ ബജറ്റിന് പറയുന്നു. ദെൻ സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ, നിലവിൽ റെന്റഡ് ഹൗസിലോ സ്ലമ്മുകളിലോ ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് സ്വന്തമായി വീട് വയ്ക്കാനുള്ള ഒരു സ്കീം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതിന്റെ പേരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. റൂഫ് ടോപ്പ് സോളറൈസേഷൻ, വീടിന് മുകളിൽ നമുക്ക് സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു സ്കീമിനെ പറ്റിയും ഗവൺമെന്റ് പറയുന്നുണ്ട്. ലാഖ്പതി ദീദി സ്കീം, ഒരു വനിതയ്ക്ക് ഒരു വർഷം സ്വയം തൊഴിലിലൂടെ ഒരു വർഷം 1 ലക്ഷം രൂപ വരെയെങ്കിലും മിനിമം കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്കീം, അതാണ് ലാഖ്പതി ദീദി സ്കീം. 2 കോടി ഗുണഭോക്താക്കളെയാണ് ഗവൺമെന്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിനെ 3 കോടി ഗുണഭോക്താക്കളായിട്ട് ഉയർത്തുമെന്നും ലാഖ്പതി ദീദി സ്കീമിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം കൂട്ടുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട്. ദെൻ നാനോ DAP മനസ്സിലായല്ലോ. അപ്പോൾ ഡൈ അമോണിയം ഫോസ്ഫേറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. എല്ലാ അഗ്രോ ക്ലൈമറ്റിക് സോണുകളിലും അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ആത്മനിർഭരത, സ്വയം പര്യാപ്തത, എന്താണ്? ഓയിൽ ഉൽപാദനത്തിൽ, ഓയിൽ സീഡ്സിന്റെ എണ്ണക്കുരുക്കളുടെ ഉൽപാദനത്തിൽ ആത്മനിർഭരത, സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട്, സിസമെ, സോയാബീൻ, സൺഫ്ലവർ തുടങ്ങിയ
ഓയിൽ സീഡ്സിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുമെന്നും പറയുന്നു. ദെൻ ഇതൊന്ന് അറിഞ്ഞിരിക്കുക, GDPക്ക് പുതിയൊരു ഡെഫിനിഷൻ കൊടുത്തു കേട്ടോ ഈ ഒരു ബജറ്റിൽ. നമുക്കറിയാം GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അതിന് പുറമെ ഗവൺമെന്റ് പറയുന്നുണ്ട് ഗവേണൻസ് ഡെവലപ്മെന്റ് പെർഫോമൻസ്. അപ്പൊ ഗവൺമെന്റ് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. GDP എന്ന് പറഞ്ഞാൽ വെറുതെ ഗ്രോത്ത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, പകരം ഗവേണൻസ് ഡെവലപ്മെന്റ് പെർഫോമൻസ്, ഭരണനിർവഹണം, വികസനം, അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ്, ഈ 3 കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തിട്ടുള്ള GDPക്കാണ് ഗവൺമെന്റ് ഇനി ഊന്നൽ കൊടുക്കുന്നത്. വെറുതെ വളർച്ച മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അതുപോലെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു പുതിയ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നമ്മുടെ ബജറ്റിനകത്ത് ഒരു പുതിയ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, പുതിയൊരു ഉൽപാദന ഘടകമായിട്ട് പറയുന്ന എന്തിനെയാണ്? ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിനെയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 3 വർഷത്തെ ബജറ്റ് വളരെ കുറഞ്ഞ സമയത്തിനകത്ത് നമ്മൾ നോക്കിയത്. ഏറ്റവും കീ പോയിന്റ്സ്, അതായത് ഒട്ടും സമയമില്ല, നമുക്ക് ബജറ്റ് വായിക്കാൻ സമയമില്ല, ബജറ്റ് നോക്കാൻ വലിയ സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കീ പോയിന്റ്സ് മാത്രം നമ്മൾ നോക്കുന്ന ഒരു ക്വിക്ക് റിവിഷൻ എന്നോണം എല്ലാവരും ഒരു വീഡിയോ മാക്സിമം കാണാൻ നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഒന്ന് വേഗത്തിൽ, നമ്മൾ വളരെ വേഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതിനകത്ത് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉപയോഗപ്രദമാകുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയാണുള്ളത്. ഇനി വരുന്ന ദിവസം നമുക്ക് കേരള ബജറ്റിന്റെ ഇതുപോലുള്ള പോയിന്റുകൾ, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ട് കേരള ബജറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും താങ്ക്